നമുക്കൊന്ന് ബോംബെ വരെ പോയാലോ? ദാ ഈ കാണുന്ന ലോഡ്ജിലാട്ടോ ഞങ്ങൾ താമസിച്ചത്. ദാ ഞങ്ങൾ ഇവരോടൊപ്പമാണ് യാത്ര ചെയ്തത്. ഞങ്ങൾ 40 പേരുണ്ടായിരുന്നു. നല്ല ലോഡ്ജാണ്, നല്ല സുഖമാണ് ഇവിടെ താമസിക്കാൻ. ഞങ്ങൾ ഒരാഴ്ച വരെ ബോംബെ ചുറ്റി കറങ്ങി. നമുക്കെന്നാ കാഴ്ചകൾ കണ്ടാലോ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പേരന്റെ പേര്, പാവപ്പെട്ട പേരാണ്. അതെന്താ ഓരോരുത്തര് എന്നിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടാ പേരോട്ട്. കാരണം കോളേജിൽ പഠിക്കുമ്പോഴേ ബികോമിന് ചേർന്ന അവസരത്തില് ആൺകുട്ടികളുടെ പേര് കഴിഞ്ഞ ഉടനെയുള്ള പെൺകുട്ടികളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിലുണ്ടോ. അപ്പൊ സീന്ന് ഉള്ള വരിക. അങ്ങനെ EPM സാർ ഇങ്ങനെ പേര് വായിച്ചിട്ട് അവസാനം എന്റെ പേരിന്റെ അവിടെ എത്തിയപ്പോ ചന്ദ്രശേഖരൻ. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ പേരാണ് ഈ പറയണെന്ന് എനിക്കറിയാം. അവസാനം കൊറിയോങ്കിലും ചാത്ത് വീഴുന്നത്. അങ്ങനെ ആൺകുട്ടികൾ ചന്ദ്രശേഖരൻ ഇവിടെ വന്നിരിക്കും. പിന്നെ ഡോക്ടർമാരൊക്കെ ചെന്ന് ഇങ്ങനെ ഈ നാട്ടുകാരിയല്ലേ, ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിലുള്ള ആളെ വാപ്പടെ എന്തിനും പേരിട്ട് ചാന്ത് വീക. ബോംബെ നഗരത്തിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പഴയ മോഡലുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. നിങ്ങൾക്കും പോകാൻ തോന്നുന്നില്ലേ? കണ്ടില്ലേ, എല്ലാവരും നല്ല സന്തോഷത്തിലാ. ഞങ്ങൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ നല്ല സന്തോഷം തോന്നി. കണ്ടില്ലേ, രാവിലെ തന്നെ ആൾക്കാർ ജോലിക്ക് ഓടിപ്പോകുന്നത്. ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാട്ടോ. ഞങ്ങളവിടെ 2 നില ബസ്സുകൾ കണ്ടു. ഞങ്ങളവിടെ കൗതുകത്തോടെ നോക്കി നിന്നു. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിനിലാണ് പോയത്. ട്രെയിനിന്റെ യാത്ര ഞങ്ങൾ നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ. ആ കാണുന്ന സ്റ്റുഡിയോയിൽ വരാത്ത നടീനടന്മാരില്ല. ശേഷം ഞങ്ങൾ പോയത് ആർട്ട് ഗാലറിയിലേക്കായിരുന്നു. ഇതൊരു സയൻസ് മ്യൂസിയമാണ്. അനേകം ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനായി കയറി ഇറങ്ങാറുണ്ട്. അതിപുരാതനമായ വസ്തുക്കളുടെ ശേഖരണങ്ങളുണ്ട് ഇവിടെ. മുംബൈ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതിന് പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഏതായാലും മുംബൈ നഗരം യഥാർത്ഥത്തിൽ 7 വ്യത്യസ്ത ദ്വീപുകൾ ഒരു കൂട്ടായ്മയായിരുന്നു. ബോംബെ ദ്വീപ്, അത് കൊളാബ, ഓൾഡ് വുമൻസ് ദ്വീപ്, മഹീം, മസഗാവ്, പരേൽ, വോളി, കൂടാതെ മറ്റു ചില ചെറിയ ദ്വീപുകളും. തദ്ദേശീയ അഗ്രി, കോലി, സോമവംശി, ക്ഷത്രിയ സമുദായങ്ങളുടെ രക്ഷാധികാരി ദേവതയായ, അതായത് കുലദേവിയായ മുംബാദേവിയുടെ പേരായ മുംബ അല്ലെങ്കിൽ മഹാ അംബയിൽ നിന്നാണ് കേട്ടോ മുംബൈ എന്ന പേര് തന്നെ ഉരുത്തിരിഞ്ഞത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജുഹു ബീച്ചിലാണ്. ജുഹു ബീച്ചിൽ എപ്പോഴും തിരക്കാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി അവിടെ എത്താമെന്ന് വിചാരിച്ചാലോ, അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ വിചാരിക്കും നഗരത്തിലെ തിരക്കാണ് ഏറ്റവും കുറവെന്ന് വിചാരിക്കും. അത്രയും തിരക്കുള്ള ജുഹു ബീച്ച്. അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ട്. വെറൈറ്റി ഫുഡുകളാണ് ഈ കാണിച്ച കുറേ ഫുഡുകളൊക്കെ ജുഹു ബീച്ചിലെ ഫുഡുകളാണ്. പക്ഷേ
നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ അതിൻ്റെ വൃത്തിയുടെ കാര്യം എത്രത്തോളം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണല്ലോ, ഊഹിക്കാവുന്നതാണല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഏതായാലും മുംബൈ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല സമയം നോക്കി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ മെയ് മാസങ്ങളിലൊക്കെ പൊതുവെ നല്ല ചൂടിൻ്റെ സമയമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മെയ് മാസങ്ങളിൽ അതേപോലുള്ള ചൂടുള്ള മാസങ്ങളൊക്കെ നോക്കി നിങ്ങൾ യാത്രകളെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതാണ്. സാധാരണഗതിയായിട്ട് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ കാലാവസ്ഥ അനുയോജ്യമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ സമയം തിരഞ്ഞെടുക്കുക. കണ്ടല്ലോ അല്ലേ, ഇതിനു വേണ്ടി എത്ര തിരക്കാണെന്നറിയോ. ആൾക്കാർ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇതിനകത്ത് ഒഴിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ കളറുള്ള ഒരുപാട് കളറുകളാണ് കണ്ടത് കേട്ടോ. ഇതൊക്കെ ഒഴിച്ച് ഐസ് അങ്ങനെ ഇതാക്കി ആൾക്കാരിങ്ങനെ വാങ്ങിച്ച് അങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എന്താ ഒരു പ്രത്യേക രീതിയിലാണ് ആൾക്കാർ ഓടി വന്ന് വാങ്ങിച്ചത്. ഏറ്റവും കൂടുതൽ ചിലവുള്ള ഐറ്റംസ് ആണ് അതാ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ തിരക്ക് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. ദോശ കോർണറുണ്ട്, ഇത് നമ്മുടെ അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്ത് വേണം അതൊക്കെ ഇവിടെ സുലഭമായി കിട്ടും. ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊരു താമിൽസിനെ കണ്ടു, അവരുടെ നല്ല ചായയൊക്കെ കിട്ടി, നല്ല ഭക്ഷണമൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ തിരക്ക് കാണുമ്പോൾ, ഇതിൻ്റെ ഉള്ളിലത്തെ തിരക്ക് കാണുമ്പോൾ നമ്മൾക്ക് ഞെട്ടിപ്പോവാണ്. ഇത്രമാത്രം തിരക്കുള്ള ഏരിയ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയ അന്വേഷിച്ച് പോകുന്നവർക്കൊക്കെ വൃത്തിയുടെ കാര്യത്തിലല്ല കേട്ടോ, സ്ട്രീറ്റ് ഫുഡ് അത് ഇവിടെ ഇഷ്ടംപോലെ ഏത് ടൈപ്പ് വേണമെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയയാണ്. ജുഹു ബീച്ചിൽ നിങ്ങൾ കാണാതെ പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോംബെയിൽ വരുന്നവരെല്ലാവരും ജുഹു ബീച്ചിലെത്തി ജുഹു ബീച്ചിനെ ആസ്വദിച്ചിട്ട് പോകുന്നവരാണ്. ജുഹു ബീച്ചിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, 10,000 പേരാണ്. ഇങ്ങനെ ആളുകൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർക്ക് തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്ത പോലത്തെ തിരക്കുമാണ്. പിന്നെ അതുമാത്രമല്ല, ഇവരിവിടെ കടലിലേക്ക് കുറച്ച് ദൂരത്തേക്ക്, കടലിലൂടെ കുറച്ച് ദൂരം ആൾക്കാരെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ യാത്ര വളരെ ഡേഞ്ചറാണ്. ഞങ്ങളവിടെ പോയ സമയത്ത് ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വീണായിരുന്നു. പാവം, ഒന്നും നോട്ടമില്ല. അങ്ങ് അടിച്ച് കണ്ടോ, തിരമാലയുടെ മുകളിലൂടെ പറപ്പിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരാമെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കലങ്ങി മറിഞ്ഞ ഒരു വെള്ളം, ആൾക്കാരൊന്നും നോട്ടമില്ല. അവർ ആദ്യമായിട്ട് വെള്ളം കാണുന്ന പോലെ ചാടി ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വൃത്തിയുണ്ട് നമ്മുടെ കേരളത്തിലെ ബീച്ചുകളെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. ഹാജി അലി ദർഗ കടലിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം അതിൻ്റെ മനോഹരമായ നിർമ്മിതിക്ക് പ്രശസ്തമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ നോക്കിയാൽ നല്ല ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ബോംബെയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണിത്. കടലിനടിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കടലിനടിയിലൂടെയുള്ള യാത്ര നമുക്ക് ഏവർക്കും നല്ലൊരു അനുഭവം തന്നെയാണ്. തുരങ്കപാതയിലൂടെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. അധികം തിരക്കൊന്നും കണ്ടില്ല. അതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് നമ്മൾ വണ്ടി വിട്ടുപോയി. നല്ലൊരു യാത്രയാണ് നമുക്ക് ഈ ഒരു തുരങ്കപാത നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ബോംബെയിൽ പോകുമ്പോൾ തീർച്ചയായും ഈ തുരങ്കപാതയിൽ കയറാൻ മറക്കരുത്. നല്ല കാഴ്ചയായിരിക്കും, നല്ല അനുഭവങ്ങളായിരിക്കും. മറൈൻ ഡ്രൈവ് ആണ്. ക്വീൻസ് നെക്ലേസ്, അതായത് റാണിയുടെ മാല എന്നറിയപ്പെടുന്ന ഈ തീരദേശ റോഡ് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാനും കടൽക്കാറ്റ് ആസ്വദിക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ഗോതിക് വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ഉദാഹരണമായ ഈ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു പൈതൃക സ്മാരകമാണ്. യുനെസ്കോ പട്ടികയിലുള്ളതാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ
മുംബൈയുടെ പ്രതീകമായി ചരിത്ര സ്മാരകം കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്. അറബിക്കടലിന്റെ തീരത്തുള്ള ഈ പ്രദേശം നമ്മളുടെ സഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രമാണ്. ദേ ആ കാണുന്നതാണ് കേട്ടോ താജ് ഹോട്ടൽ മുംബൈയിലെ. ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് കേട്ടോ. ആ ചരിത്രം ഞാൻ പറയാം. രത്തൻ ടാറ്റയുടെ ഗ്രാൻഡ് ഫാദറിന്റെ അങ്കിൾ, അദ്ദേഹം ഒരിക്കൽ ഫുഡ് കഴിക്കാൻ ലണ്ടനിലെ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല. അവിടെ ഒരു ബോർഡ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു അത്രേ: ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് വെൽക്കം ഹിയർ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യക്കാരെയും അവിടെ അലോ ചെയ്യില്ല എന്ന്, പട്ടികളെയും. ഇത് ജംഷഡ്ജി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് അതിനുള്ള മധുര പ്രതികാരം ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്ത് നമുക്ക് ഇന്ത്യൻസിന് അലോ ചെയ്ത്. ഇതുവഴിയാണ് നമ്മൾ എലിഫന്റ് ഗുഹകളിലേക്കുള്ള യാത്ര 1 മണിക്കൂർ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി ഇതിലെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞ തന്നെ എലിഫന്റ് ഗുഹകൾ അഥവാ എലിഫന്റ് കേവ്സ്. നമ്മളിപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബോട്ട് മാർഗം എത്തിച്ചേരാവുന്ന ഈ ഗുഹകൾ യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഈ എലിഫന്റ് കേവ്സ് കാണാൻ വേണ്ടി 1 മണിക്കൂർ ബോട്ട് യാത്ര നടത്തി ഞങ്ങൾ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിപ്പോയി. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ചൂടായതുകൊണ്ട് തന്നെയാണ് 40-ന് മേലെ ചൂടായിരുന്നു ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടത്. പക്ഷേ സാധാരണഗതിയിൽ അവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ചൂടുണ്ടാവില്ല. കണ്ടോ, ആ ചേച്ചി ഇങ്ങനെ ചപ്പാത്തി ചൂടുന്നതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. വിറകടുപ്പിലൊക്കെ ചപ്പാത്തി ചൂടുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നതാണ്. അവിടെ നിറച്ചും ഹോട്ടലുകളും. ആ ബോട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ 18 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എലിഫന്റ് കേവ്സിൻ്റെ അടുത്ത് വരെ എത്തിച്ചു തരും. ഇതൊരു വ്യത്യസ്തമായ അനുഭവമായതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയിരുന്നു. കാരണം കടലിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് പോരാം. നമ്മളുടെ ടീമുകളുടെ കൂടെ ഞങ്ങൾ ഒരുപാട് തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഞങ്ങളങ്ങനെ പോയി. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഈ ഒരു യാത്ര. ഞങ്ങളങ്ങനെ നേരെ പോയി. അവിടെ നിറച്ചും കടകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു മലമുകളിലേക്കുള്ള യാത്രയാണ് ശരിക്കും ഈ എലിഫന്റ് കേവ്സിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം. ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഞങ്ങളുടെ ബോട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എങ്ങനെ പോയ വഴികളാണ്. നിറയെ കടകളായിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും. ബോംബെക്ക് വരുന്നവർ എലിഫന്റ് കേവ് കൂടി ഒന്ന് സന്ദർശിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മളൊരു പഴമയിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ ഒരു പോകുന്ന വഴിക്ക് ഷിപ്പിൻ്റെ കണ്ടപ്പോൾ എടുത്തതാണ്. അതിൻ്റെ അത്രയും വലിയ എത്ര കിലോമീറ്ററാണ്. നമ്മൾ കടലിനുള്ളിൽ പോകുന്ന ഷിപ്പ് കാണുമ്പോൾ നമുക്ക് ഇത്രയും തോന്നില്ല. പക്ഷേ അത് നമുക്ക് ആ ബോട്ടിൽ നിന്ന് ആ ഷിപ്പിൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായി എത്ര ദൂരത്തിലാണ് അതിങ്ങനെ പരന്ന് കിടക്കുന്നതെന്ന് അറിയാമോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു രസത്തിൽ യാത്ര ചെയ്തു. അപ്പോൾ നമുക്കൊക്കെ ബോംബെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോയി വരാവുന്ന സ്ഥലമാണ് ബോംബെ. ബോംബെയിലിപ്പോൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഞങ്ങളിതാ കാണുന്ന കാഴ്ച ഷാരൂഖ് ഖാൻ്റെ വീടാണ്. ഷാരൂഖ് ഖാൻ്റെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലേ, ഇതാ അവിടെയാണ്. അവിടെ വന്നിട്ട് ഷാരൂഖ് ഖാൻ ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് പ്രത്യക്ഷപ്പെടും അത്രേ. എന്നിട്ട് കൈയൊക്കെ കാണിച്ച് പോകുന്ന പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. ഏത് സമയത്താണ് വരിക എന്നറിയില്ലല്ലോ. അവിടെ വീട് പണിയൊക്കെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ കുറേ സിനിമാ നടന്മാരുടെ വീട് കണ്ടു. മണിവീണ കമ്പികളെ വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദ മാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം
നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. ഓ, വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാനലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ.